ചർച്ചാവിഷയമായ മുനമ്പം തീരദേശ ജനതയുടെ നിരാഹാര സമരം 1 മാസം തികയുന്നതിന് തലേന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ അസാധാരണമായ തിടുക്കത്തിൽ. ഇന്നലെ രാവിലെ കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായാണ് മുനമ്പത്തെ സമരസമിതിയുടെ പ്രതിനിധികളെ കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12-ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന് ക്ഷണമെത്തിയത് രാവിലെ 10:30-ന്. മന്ത്രി പി രാജീവ് വഴിയാണ് ബിഷപ്പിനെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചത്. ഗസ്റ്റ് ഹൌസിൽ നടന്ന 15 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അതേസമയം മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായുമില്ല. മുനമ്പത്തെ സമരരംഗത്തുള്ള വൈദികർക്കെതിരെ ന്യൂനപക്ഷ മന്ത്രി നടത്തിയ അതിര് കടന്ന പ്രസ്താവനയെക്കുറിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചില്ല. വഖഫ് അവകാശവാദത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ മുനമ്പം ചെറായി പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധികൾ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും പ്രതിനിധി സംഘവും മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും മുനമ്പം വിഷയം സജീവ ചർച്ചയായെന്നതും വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അതിവേഗ നീക്കങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ദേശീയ ശ്രദ്ധയിലേക്ക് വരെ എത്തിയ മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഗൌരവമുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിൽ പ്രദേശവാസികളിലും അതൃപ്തിയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കാനാകുമെന്നും ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോടും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നില്ല. അതേസമയം മുനമ്പത്തെ ഭൂപ്രശ്നത്തിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംതൃപ്തിയെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. പരിഹരിച്ചു എന്നല്ല, പരിഹരിക്കാനായിട്ട്, അതായത് 20-ാം തീയതിക്ക് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് എല്ലാം ശരിയാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയും വളരെ പ്രതീക്ഷയോടും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന ശക്തനായ ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 20-ാം തീയതിക്ക് ശേഷം എന്താണ് മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി, അത് തീർച്ചയായിട്ടും ശാശ്വതമായൊരു പരിഹാരം, ഇവരുടെ കണ്ണുനീര് മാറ്റുമെന്ന് മാത്രമല്ല കണ്ണുനീര് വരാതിരിക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനം അത് മുഖ്യമന്ത്രി ചെയ്തു തരും എന്നുള്ള വളരെ ശക്തമായ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. സമരത്തിൻ്റെ കാര്യം ഉടനെ തന്നെ തീരുമാനമെടുക്കാതെ അത് സമരമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുള്ളൂ. കാരണം സമരം തുടങ്ങിയത് ഞാനൊന്നുമല്ല. അതായത് ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഇവിടെ ആളുകളുണ്ട്, ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് അനുഭവിക്കുന്നവരുണ്ട്. കൃത്യമായിട്ട് അവരോട് ചോദിക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ ബെന്നിയുണ്ട്, വളരെ വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തരാൻ പറ്റിയ ആളാണ്. വിഷയത്തിൽ തീരുമാനങ്ങളെടുക്കാൻ അധികാരമുള്ള മുഖ്യമന്ത്രിയെ മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തി. നിയമപരമായ പരിരക്ഷയുടെ ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അതിനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്നും ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കൂട്ടിച്ചേർത്തു. അതേസമയം മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് ഭൂസംരക്ഷണ സമിതി കൺവീനർ ജോസഫ് ബെന്നി പറഞ്ഞു. പരിഹാരം അതിപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഒരു ശാശ്വതമായ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഞങ്ങൾ 100% ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. എന്നാൽ മുനമ്പം ജനതയ്ക്ക് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ സമാധാനപരമായി തന്നെ നിരാഹാര സമരം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് സെറയിൽ, ലത്തീൻ സമുദായ വക്താവ് ജോസഫ് ജൂഡ്, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിനു റോക്കി റോബി കളത്തിൽ, ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി, കൺവീനർ ജോസഫ് ബെന്നി തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു.